ഈ ഒരൊറ്റ ഫോട്ടോ മതി എന്തുകൊണ്ടാണ് 6 മാസം കഴിഞ്ഞ കുട്ടികളിൽ നമ്മൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം മനസ്സിലാക്കാൻ. ഇത് ഞാൻ വാർഡിൽ വെച്ച് എടുത്തുള്ള ഫോട്ടോ ആണ്. ഈ ഫോട്ടോയിൽ എൻ്റെ കൈയിൻ്റെ കളറും ആ കുട്ടിയുടെ കാൽപാദത്തിന്റെ കളറും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കൂ. രക്തക്കുറവ് കാരണം വെള്ളറി വെളുത്തിട്ടാണ് ആ കുട്ടിയുടെ കാലുള്ളത്. 1 വയസ്സുള്ള കുട്ടിയാണ്. വെറും പാല് മാത്രമാണ് ആ കുട്ടിയുടെ ഡയറ്റ്, അതും പശുവിൻ പാല്. ബാക്കി സോളിഡ് ഫുഡ്സ് ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ പാലാണെങ്കിൽ തന്നെ ഡയലൂട്ടർ ആയിട്ടാണ് കൊടുക്കുന്നത്, അതായത് 1:1 ഡൈല്യൂഷൻ. അതായത് 1 ഗ്ലാസ് മിൽക്കിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് കൊടുക്കേണ്ടായിരുന്നത്. ഈ പാലിൽ ഓൾറെഡി നമ്മളെ അയണും കാൽഷ്യം കണ്ടന്റൊക്കെ കുറവാണ്. കൂടാതെ ഇങ്ങനെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അയൺ കണ്ടന്റ് വളരെ കുറയുകയും കുട്ടികളിൽ അനീമിയ വരാനുള്ള ചാൻസ് ഉണ്ട്, അതായത് രക്തക്കുറവ്. അങ്ങനെ ഈ കുട്ടിയുടെ രക്തം പരിശോധിച്ചപ്പോൾ ഹീമോഗ്ലോബിന്റെ അളവ് വെറും 3 ആയിരുന്നു, അതായത് സിവിയർ അനീമിയ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. 2 പ്രാവശ്യം ബ്ലഡ് കയറ്റിയിട്ടാണ് ഈ കുട്ടിയുടെ ബ്ലഡിന്റെ അളവ് ഒന്ന് നോർമൽ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് 6 മാസം കഴിഞ്ഞ കുട്ടികളിൽ നമ്മൾ എന്തായാലും സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ കൗസ് മിൽക്ക് മാത്രം കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പാടില്ല. സോളിഡ് ഫുഡ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.